ഇന്ന് നമുക്കൊരു ബ്യൂട്ടി ടിപ്സ് ചെയ്യാം. നമ്മുടെ ഫേസിന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും പൊടികളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഫേസ് പാക്ക്. എല്ലാവർക്കും യോജിക്കുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മതി. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. അതൊക്കെ എല്ലാവരുടെ അടുക്കളയിലും എപ്പോഴും ഉണ്ടാവും ചെയ്യും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫേസിനെ എങ്ങനെ നല്ല തിളക്കമുള്ളതാക്കി മാറ്റാമെന്നുള്ളത്, കറുത്ത പാടുകളൊക്കെ മാറിയിട്ട് വൈറ്റ് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പാക്ക് ഉണ്ടാക്കാം. അതിനെന്തൊക്കെ വേണ്ടത് എന്നൊക്കെ ഞാൻ പറയാം. ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളത് കുളിക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ ഫ്രീ ടൈം കിട്ടണോ അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാം. ഇന്ന ടൈമിൽ ചെയ്യണം എന്നൊന്നുമില്ല. ഒരു ബ്യൂട്ടി ടിപ്പും ഇന്ന ടൈമിൽ ചെയ്യാമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോൾ നമുക്ക് ചെയ്യാം. വീട്ടമ്മമാരൊക്കെ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പം രാവിലെ ചെയ്യണം അല്ലെങ്കിൽ ഓരോ ടൈം പറഞ്ഞാലും അവനവന് ഒഴിവ് എപ്പോൾ വരുന്നു എന്ന് വിചാരിച്ചാൽ അപ്പം ചെയ്യാം. നമ്മൾ കുറച്ച് സമയം ഫേസിൽ അപ്ലൈ ചെയ്ത് ഇരിക്കണം എന്ന് മാത്രം. ഒരു 15 മിനിറ്റെങ്കിലും ഏത് പാക്ക് ഇട്ടാലും നമ്മൾ അതൊന്ന് ഉണങ്ങി പിടിക്കുന്നത് വരെ എന്നുള്ള ടൈം നമ്മൾ കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. തണുത്ത വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളയുക. അങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്. അടുക്കളയിലുള്ള 2-3 സാധനങ്ങളും മതി ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ടിപ്പിന്. ഇതൊക്കെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഉപയോഗിക്കുക. കാരണം നമ്മുടെ ഏത് തരത്തിലുള്ള സ്കിന്നാണെങ്കിലും അതിനൊക്കെ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. എന്താണ് ഈ കെമിക്കലുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളെ കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം ഒരുപാട് കാലത്തേക്ക് നമുക്ക് നിൽക്കുകയും ചെയ്യും. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം ഒന്നും ചെയ്താൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. പക്ഷേ ഒറ്റ യൂസ് തന്നെ നമുക്കിതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാവും. ഒരു ഇടയ്ക്കൊക്കെ ഒരാഴ്ചയിൽ 2-3 വട്ടമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ശരിക്കും നല്ല ഗ്ലോ തന്നെ കിട്ടും. നമ്മുടെ കറുത്ത പാടുകളൊക്കെ മാറി നല്ലൊരു തിളക്കം തന്നെ സ്കിന്നിന് വരും. അപ്പോൾ അത്തരം ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സ്കിന്നിൽ ഞാൻ പറഞ്ഞു, ഞാൻ അത്ര തുടുത്ത ആളൊന്നും ആയിരുന്നില്ല. ഞാൻ ഓരോന്ന് ഇതുപോലെ ചെയ്ത് പരീക്ഷിച്ചതിന് ശേഷമാണ് ഈ ഒരു സ്കിൻ ടോണിലേക്കൊക്കെ മാറിയിട്ടുള്ളത്. അത്യാവശ്യം പുറത്തൊക്കെ വെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരോ കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ പുറത്തൊക്കെ എപ്പോഴും ഇറങ്ങണം. അങ്ങനെ വീടിനകത്ത് ഇരുന്നും വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അതുകൊണ്ട് വെയിലും ചൂടും പുറത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അതത്ര എഫക്റ്റ് ചെയ്യാത്തത്. കരിവാളിപ്പൊന്നും മുഖത്ത് ഫീൽ ചെയ്യാത്തത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെയിലത്ത് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ ഒക്കെ 2-3 ദിവസം ഇടയ്ക്കിടയ്ക്കൊക്കെ വെയിലൊക്കെ കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കും നമുക്ക് ആ കരിവാളിപ്പൊക്കെ മുഖത്ത് ഫീൽ ചെയ്യും. അപ്പം നമ്മൾ ഇതുപോലെയുള്ള ടിപ്പുകളും കൂടി ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്, നമ്മൾ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കരിവാളിപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അതൊക്കെ റിമൂവ് ആയിട്ട് പോകും. അപ്പോൾ ആഴ്ചയിലൊരു 3 തവണയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പാക്കൊക്കെ ഇടാനും എല്ലാവരും ശ്രമിക്കണം. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. എല്ലാം ഇത്തരം ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, പാടുകളും കുത്തുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടി ഇത് ഉപകരിക്കും. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനെ കുറേ ദിവസം ഇതിങ്ങനെ ഒരു മാസം കൊണ്ടൊക്കെ തന്നെ നമുക്കിതൊക്കെ മാറിക്കിട്ടും. ഇതൊക്കെ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് തന്നെ പറയുകയാണ് കേട്ടോ. ഞാൻ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതൊക്കെ പിന്നെ നമുക്ക് എപ്പോഴും ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ സൗകര്യം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് നല്ല മസ്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാനൊരു 3 ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കവും കറുത്ത പാടുകളൊക്കെ മാറിയിട്ട് കുഴികളൊക്കെ പോയിട്ട് നല്ലൊരു തിളക്കം കിട്ടും. അത്യാവശ്യം ഒരു നിറം തന്നെ വരും കേട്ടോ. അത് മുഖത്ത് മാത്രമല്ല നമ്മുടെ കയ്യിലും കാലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ കഴുത്തിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്താ പറയുക, ഇവിടുത്തെ സ്കിന്നൊക്കെ അങ്ങനെ തൂങ്ങി നമുക്ക് നമ്മുടെ സ്കിന്നിന് പ്രായമൊക്കെ പെട്ടെന്ന് വരുന്നതായിട്ട് തോന്നും. ഇവിടെ ഇത്രയും ഭാഗത്തൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇവിടെയൊക്കെയാണ് ശരിക്കും നമുക്ക് പ്രായം വരുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ശരിക്കും ഫീൽ ചെയ്യുക ഇവിടെയൊക്കെ തന്നെയാണ്. ഒരു 40-45 കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും സ്കിന്നിൻ്റെ ഇവിടെയൊക്കെ അങ്ങനെ തൊലിയൊക്കെ തൂങ്ങാൻ തുടങ്ങും. അതൊക്കെ അല്ലേ അതിവിടെയൊക്കെ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ മസാജുകളൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. കഴുത്തിൻ്റെ ഈ ഒരു സൈഡ് ഇവിടെയൊക്കെ ശരിക്കും ചിലരുടെയൊക്കെ കാണാം, ഇവിടെയൊക്കെ ഈ ഒരു തൊലിയൊക്കെ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നിൽക്കണം. അവിടെയൊക്കെ ആ ഒരു ചുളിവുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അത്തരം ഒരു കാര്യമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കാലത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റും ഗുണമൊക്കെ കുറച്ച് കാലത്തേക്ക് നിൽക്കുന്നു എന്ന് മാത്രം. നമ്മളൊന്നും ചെയ്യാതിരുന്ന് കുറേ കഴിഞ്ഞിട്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ നമ്മളിതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നതിന് നല്ലതെന്താണ്, ആദ്യം തന്നെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക്
കുറേ സംഭവങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. ഒരു പിന്നെ 40-45 ഒക്കെ ആകുമ്പോഴേക്കും ചില കറുത്ത കുത്തുകളും പാടുകളൊക്കെ ചിലരുടെ ഫേസിലൊക്കെ കാണാം. പിന്നെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി വരാനും അങ്ങനെയൊക്കെ കാണാറുണ്ട്. അതൊക്കെ നമുക്ക് പരമാവധി എന്താണെന്ന് പറയുക, എന്തെങ്കിലുമൊക്കെ പാക്കുകൾ നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ബ്യൂട്ടി ടിപ്സിൽ ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാലാണ് പെട്ടെന്ന് ഫേസിൽ ഏജ് തോന്നിക്കും. പിന്നെ ഡാർക്ക് സ്പോട്ട്സൊക്കെ കൂടുതൽ വരും, ചുളിവുകൾ വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളല്ലേ, നമുക്ക് എപ്പോഴും ഇതൊക്കെ ചെയ്ത് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഭംഗിയായിട്ടും ഫ്രഷായിട്ടും ക്ലീനായിട്ടും നമുക്കൊരു തിളക്കമൊക്കെ കിട്ടട്ടെ. നിറം കുറവുള്ള ആൾക്കാർക്ക് കുറച്ച് നിറമൊക്കെ വരും. ഏതായാലും ഞാൻ 2-3 ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം പറയാം. ഞാൻ കടലമാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തൈര്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നാടൻ മഞ്ഞൾ പൊടിച്ചെടുത്ത പൊടിയാണ്. ഇനി നിങ്ങളടുത്ത് ഇതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ഇനി വാങ്ങുന്ന മഞ്ഞളായാലും മതി, കുഴപ്പമൊന്നുമില്ല. തൈര് കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് എത്ര നമ്മൾ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള കടലമാവ് എടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള തൈര്. ഇനി നന്നായി മിക്സ് ചെയ്യാം, ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊക്കെ നമ്മൾ എന്താണെന്ന് പറയുക, ചെറിയ ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും യങ്ങായിട്ടിരിക്കാൻ പറ്റും. നമ്മുടെ സ്കിന്നിലൊന്നും ഒരിക്കലും നമുക്ക് ആ ഒരു ഏജ് തോന്നിക്കില്ല. അപ്പോൾ ഇതാ പേസ്റ്റ് ആയി കഴിഞ്ഞു. ഇനി ഇത് നന്നായി മുഖം വാഷ് ചെയ്ത് വന്നതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് തന്നെ നമ്മൾ തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു മസാജും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ മുഖം നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായി തുടച്ചെടുത്തു, ആ ജലാംശമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യാം. നമുക്കൊരു മസാജും കൂടി കൊടുക്കേണ്ടതല്ലേ, അപ്പോൾ കൈ കൊണ്ട് തന്നെ ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച തൈരാണെങ്കിൽ കുറച്ചും കൂടി മസ്റ്റായിരിക്കും കേട്ടോ. നമ്മുടെ ഫേസിൽ നല്ലൊരു തണുപ്പും കൂടെ കിട്ടുമ്പോൾ നന്നായി മുകളിലേക്ക് നമ്മുടെ മൂക്കിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാം. ഇത് ശരിക്കും ഇതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്കറിയാം. മഞ്ഞളും തൈരും കടലമാവുമാണ്, നല്ലൊരു പാക്കാണ്. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യുക. ദിവസം ചെയ്യാൻ പറ്റുന്നവർക്ക് ദിവസവും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഈ മസാജ് കൊണ്ട് തന്നെ എന്താണെന്ന് പറയുക, നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ വരും. കാരണം എന്താണെന്ന് പറയുക, ഇവിടുത്തെ പിന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ പിന്നെ സെൽസൊക്കെ ഒന്ന് ഇളകുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിൽ വരും. അപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മുടെ ഫേസിൽ ഇരിക്കട്ടെ. തൊലി എന്നൊക്കെ തൂങ്ങാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കഴുത്തിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിലർക്കൊക്കെ ഇവിടെയൊക്കെ നിറക്കുറവുണ്ടായിരിക്കാം, ഈ പിന്നെ സൈഡ് ഭാഗത്തൊക്കെ. അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നന്നായി ഒരു മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഞാൻ നിങ്ങൾക്കൊരു കോട്ടൺ വെച്ച് തുടച്ചിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ, ഇതിൻ്റെ ഒരു എഫക്റ്റ് എത്ര ഉണ്ട് എന്നുള്ളത്. 15 മിനിറ്റ് ആയി. ഇനി നമുക്ക് ഇത് തുടച്ചിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്ന്.
അപ്പോൾ ചെറുതായിട്ടൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. 15 മിനിറ്റ് നേരം കൊണ്ടൊക്കെ ചെറുതായി ഇത് ഉണങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് കോട്ടൺ വെച്ചിട്ട് കോട്ടൺ നനച്ചിട്ട് തുടക്കട്ടെ, അപ്പോഴേ ശരിക്കും അറിയുള്ളൂ. അത് കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ട്. കണ്ടോ ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര എഫക്റ്റാണ് കേട്ടോ. കണ്ടോ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. കണ്ടോ ശരിക്കും ഗ്ലോ വരുന്നുണ്ട്. അപ്പം ഞാനിനി ബാക്കി ഭാഗം കൂടെ ഞാൻ കഴുകി മുഖമൊക്കെ ശരിക്കും ക്ലീൻ ആക്കിയിട്ട് വരാം. എന്നിട്ട് നിങ്ങൾക്ക് ആ റിസൾട്ട് ശരിക്കും കാണാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങൾക്കൊരു കോട്ടൺ വെച്ച് തുടച്ചിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഒരു എഫക്റ്റ് എത്ര ഉണ്ട് എന്നുള്ളത്. 15 മിനിറ്റ് ആയി. ഇനി നമുക്ക് ഇത് തുടച്ചിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്ന്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. 15 മിനിറ്റ് നേരം കൊണ്ടൊക്കെ ചെറുതായി ഇത് ഉണങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് കോട്ടൺ വെച്ചിട്ട് കോട്ടൺ നനച്ചിട്ട് തുടക്കട്ടെ, അപ്പോഴേ ശരിക്കും അറിയുള്ളൂ. അത് കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ട്. കണ്ടോ ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര എഫക്റ്റാണ് കേട്ടോ. കണ്ടോ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. കണ്ടോ ശരിക്കും ഗ്ലോ വരുന്നുണ്ട്. അപ്പം ഞാനിനി ബാക്കി ഭാഗം കൂടെ ഞാൻ കഴുകി മുഖമൊക്കെ ശരിക്കും ക്ലീൻ ആക്കിയിട്ട് വരാം. എന്നിട്ട് നിങ്ങൾക്ക് ആ റിസൾട്ട് ശരിക്കും കാണാൻ പറ്റും. നന്നായി ക്ലീൻ ചെയ്തു. തണുത്ത വെള്ളത്തിലാണ് കേട്ടോ കഴുകിയത്. നമ്മുടെ പച്ചവെള്ളത്തിൽ തന്നെ സാധാ വെള്ളത്തിൽ അതിനെ കഴുകിയെടുത്ത് നന്നായി കഴുകിയെടുത്തു. അപ്പോൾ തന്നെ നോക്കി നിങ്ങൾക്ക് ശരിക്കും അറിയാം എൻ്റെ ഫേസിൻ്റെ ആ ഒരു ചേഞ്ച്. എനിക്ക് ചെറിയ ഡാർക്ക് സ്പോട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഞാൻ അതിന് ശേഷം ചെറുതായി തോന്നിയപ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് ഇത്തരം പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനൊക്കെ തുടങ്ങിയത് കൊണ്ട് എന്താണ് അത്തരം ബുദ്ധിമുട്ടുകളൊന്നും വല്ലാതെ വന്നിട്ടില്ല. ഇപ്പോൾ ഉള്ളത് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അവിടെ ഇവിടെ ഓരോ ഒന്ന് കണ്ടിരുന്നു, ഈ സൈഡ് ഭാഗത്തൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ കുറച്ച് സമയം നമ്മളുടെ ഇതിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇതൊരു ബുദ്ധിമുട്ടോ ഒരു പണച്ചെലവോ ഒന്നുമില്ലല്ലോ, നമുക്ക് ചെയ്യല്ലേ വേണ്ടുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിൽ ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്. ഇനിയിപ്പോൾ പാചകത്തിനൊക്കെ തൈരൊക്കെ കൊല്ലുമ്പോൾ 2 സ്പൂണൊക്കെ മാറ്റി വെച്ചോളൂ. കറിയിൽ 2 സ്പൂൺ കുറഞ്ഞു വെച്ചിട്ടൊന്നും വരാൻ പോകുന്നൊന്നുമില്ല. അത് നമുക്ക് നല്ലൊരു എഫക്റ്റ് എന്തായാലും തരും. കടലമാവ്, പിന്നെ തൈര്, മഞ്ഞൾപ്പൊടി, ഇത്ര 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ നല്ലൊരു ഫേസ് പാക്ക് ഇട്ടത്. അപ്പോൾ ഒരു 1/4 മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. നല്ല തണുത്ത വെള്ളത്തിൽ നല്ല ഗ്ലോ ഉള്ളൊരു ഫേസ് നിങ്ങൾക്കും കിട്ടും.